ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും അർജന്റീന വേഴ്സസ് ബ്രസീൽ സൂപ്പർ ക്ലാസിക്കോ മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ അതിന് മുന്നേ വേറൊരു ഹെവി മാച്ച് കൂടെ ഉണ്ട്, അർജന്റീന വേഴ്സസ് ഉറുഗ്വായ് മാച്ച്. ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 5 മണിക്ക്, ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്കാണ് മാച്ച് നടക്കുന്നത്. ഒരുപക്ഷെ ബ്രസീൽ മാച്ചിനേക്കാൾ ആവേശം ചിലപ്പോൾ ഈ ഒരു മാച്ചിനായിരിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ ബ്രസീൽ സൗത്ത് അമേരിക്കൻ പോയിന്റ് ടേബിളിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനുള്ള സൗത്ത് അമേരിക്കൻ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണെങ്കിൽ ഉറുഗ്വായ് ഉള്ളത് 2ാം സ്ഥാനത്താണ്, അർജന്റീന ഉള്ളത് 1ാം സ്ഥാനത്താണ്. അപ്പം ഈ ഒരു മത്സരം ശരിക്കും 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരും ഉള്ളതായതുകൊണ്ട് തന്നെ തീ പാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് നിരാശ നൽകിക്കൊണ്ട് മെസ്സി ഈ ഒരു 2 മാച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. കാരണം MLS-ൽ അറ്റ്ലാന്റയായിട്ട് ഒരു മാച്ചിനിടെ ചെറിയൊരു ഇഞ്ചുറി വന്നത് കാരണം, ഒരു മസിൽ ഇഞ്ചുറി വന്നത് കാരണം മെസ്സി അവൈലബിൾ ആയിരിക്കില്ല. മെസ്സി സ്ക്വാഡിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പം അത് വളരെ ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. മെസ്സിയും അർജന്റീനൻ ടീമും ഈ ഒരു ക്വാളിഫയേഴ്സ് മാച്ച് കളിക്കുന്നത് കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ മെസ്സി ഉണ്ടാവില്ല. എന്നിരുന്നാലും നിലവിലെ അർജന്റീനിയൻ ടീമായാലും ഉറുഗ്വായ് ടീമായാലും ഡബിൾ സ്ട്രോങ് ആണ്. അർജന്റീനയുടെയൊക്കെ മുന്നേറ്റ നിരയുടെ കരുത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ലാലിഗയിൽ ഈ ഒരു സീസണിൽ അൽവാരസ് ഗോൾ അടിച്ചു കൂട്ടുകയാണ്. അടിക്കുന്ന ഗോളൊക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാനുള്ള ഗോളുകളാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നോക്കുമ്പോൾ ലോ സെൽസോ ആയാലും എൻസോ ആയാലും മക്കാലിസ്റ്റർ ആയാലും ഡിപ്പോൾ ആയാലും എല്ലാവരും നല്ല ഫോമിലാണ് ഈ ഒരു സീസണിൽ. സോ അർജന്റീന ഡബിൾ സ്ട്രോങ് തന്നെയാണ്. ഉറുഗ്വായുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് ടേബിളിലെ 2ാം സ്ഥാനക്കാരാണ്. ഒരുപാട് മികച്ച യുവ താരങ്ങൾ ഉറുഗ്വായ്ക്ക് കൂടെയുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ റയൽ മാഡ്രിഡിന്റെ വാൽവേർഡെ, ലിവർപൂളിന്റെ ന്യൂനസ്, അതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് ഉറുഗ്വായ് സൈഡിലും ഉണ്ട്. സോ ഒരു മികച്ച പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രസീൽ വേഴ്സസ് അർജന്റീന മാച്ചിന് മുന്നേ ഒരു വാമപ്പ് മാച്ച് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാച്ചാണ്. കൂടാതെ ഉറുഗ്വായുടെ നിലവിലെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 മാച്ചിൽ ശക്തരായ ബ്രസീലിന് 1-1 എന്നൊരു സ്കോറിൽ തളയ്ക്കാൻ ഉറുഗ്വായ്ക്ക് ആയിട്ടുണ്ട്. അതിനു മുന്നേ കൊളംബിയയെ 3-2 എന്ന സ്കോറിൽ തോൽപ്പിക്കാനും സാധിച്ചു. കൊളംബിയയെ നമ്മൾ ശ്രദ്ധിക്കണം, നിലവിൽ നല്ലൊരു ടീമാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ആ ഒരു കൊളംബിയയെ ഉറുഗ്വായ്ക്ക് 3-2 എന്ന സ്കോറിൽ തോൽപ്പിക്കാനായിട്ടുണ്ട്. സോ ഇരു ടീമും നല്ല ബലാബലം തന്നെയാണ്. നമുക്ക് നല്ലൊരു മാച്ച് ഈ ഒരു സാറ്റർഡേ എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും ആരും മിസ്സാക്കണ്ട. ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് 22 രാവിലെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് മാച്ച്. മെസ്സി ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിലും ബാക്കി നമ്മുടെ യുവതാരങ്ങളുടെ പ്രകടനം, വേൾഡ് കപ്പിലേക്കുള്ള അവരുടെ പ്രിപ്പറേഷൻസും അവരുടെ കാര്യങ്ങളും കളിയും എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താൻ പറ്റിയൊരു അവസരമാണ്. കൂടാതെ അർജന്റീനയ്ക്ക് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം നിലനിർത്തണം. ഉറുഗ്വായ്ക്ക് ആകത്തെ പോയിന്റുകൾ നേടിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. സോ തീ പാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം മാച്ചുള്ള കാര്യം. ജസ്റ്റ് സ്കോർ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക. ഏതായാലും നമുക്ക് മാച്ച് കഴിഞ്ഞ് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.